സ്വാഭാവിക മരണമല്ല സാർ, കൊലപാതകം തന്നെയാണ്. ശ്വാസതടസ്സമാണ് മരണകാരണം. കഴുത്ത് ഞെരിച്ചാണ് മീരയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ സർ, ഇത് കൊലപാതകമാണെന്ന്. ആ ദേവികയും അവളുടെ അച്ഛനും കൂടി പാവം മീരമോളെ കൊന്നുകളഞ്ഞു. ഇപ്പൊ എന്തായി സിദ്ധു? എന്റെ മോളെ കൊന്നുകളഞ്ഞിട്ട് ദേവിക അച്ഛനെ വിളിച്ചോണ്ട് പോയില്ലേ? പ്രഭ പ്ലീസ്. സിദ്ധു, മീര ജീവനോട് മുമ്പിൽ നിൽക്കുന്ന പോലെ തന്നെ തോന്നുന്നു. പക്ഷെ വേണ്ട പ്രാഞ്ചി, ഈ പട ഇവിടെ വെക്കണ്ട. കാണുമ്പോൾ ഓരോ ഓർമ്മകൾ വരും. അമ്മ പറഞ്ഞു നേരെ പ്രാഞ്ചി. നീ മീരെ നന്നായി വരച്ചു, പക്ഷേ ഇവിടെ വെക്കണ്ട. ഇത് ഇവിടെ വെക്കാൻ വേണ്ടി വരച്ചതല്ല ഗിരിയേട്ടാ, ബലരാമ സാറിന് കൊടുക്കാൻ വേണ്ടിയാ. മീരയുടെ അച്ഛൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നത്. ഗിരിയേട്ടാ, ആ കുടുംബത്തിന്റെ ദുഃഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല. മീരയുടെ ഓർമ്മയ്ക്കായിട്ട് അവർക്കിത് കൊടുക്കാൻ പോവാ. അല്ല, അത് വേണോടാ. അവർക്കും ഇത് കാണുമ്പോൾ പ്രയാസം കൂടുതലേ ഉള്ളൂ. ആ, ഇത് കാണുമ്പോൾ പ്രയാസം ഉണ്ടാവുമെങ്കിലും അതിലൊരു ആശ്വാസം കൂടി അവർക്ക് കിട്ടും. അത് നേരാ. അന്ന് മീരയുടെ പിറന്നാളിന് നീ വരച്ചൊരു ചിത്രം അവൾക്ക് സമ്മാനം കൊടുത്തു. ഇന്നിതാ ഇപ്പോ അവളുടെ പടം തന്നെ ഓർമ്മിക്കാൻ വേണ്ടി കൊടുക്കുന്നു. വിധി, അല്ലാതെ എന്തു പറയാനാ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാറായില്ലേ? അത് വന്നാലല്ലേ മരണകാരണം അറിയാൻ പറ്റൂ, മരിച്ചതാണോ കൊന്നതാണോ എന്നൊക്കെ. ഒരു സ്വാഭാവിക മരണമാവാൻ സാധ്യതയില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.